ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. സംസ്കാര സംഘടനാ സേവ ശ്രീ പതഞ്ജലി യോഗശിക്ഷണ സമിതി സ്ഥിരമായി നടത്തിക്കൊണ്ടിരിക്കുന്ന നാരായണീയ പഠനം ഇന്ന് 109 ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഇന്ന് 99 ദശകമായ വേദസ്തുതിയാണ് നമ്മൾ ഇന്നിവിടെ പഠനം നടത്തുന്നത്. ഇതിനെക്കുറിച്ച് ഞാൻ കൂടുതലായിട്ട് ഒന്നും പറയേണ്ട ആവശ്യമില്ല. എക്സ്പ്ലനേഷൻകാർക്ക് സമയമേ ഇല്ലായിരിക്കും. അവർ കൂടുതൽ ഇതിനെക്കുറിച്ച് പറഞ്ഞോളൂ. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. ഇന്ന് ധ്യാന ശ്ലോകം ചൊല്ലുന്നത് നമ്മുടെ രാജമ്മക്കയാണ്. അതേപോലെ ചാൻഡിങ് ഗൈഡൻസ് ജ്യോതിയക്കയും റിപ്പീറ്റ് ചെയ്യുന്നത് ആദ്യത്തെ 3 ശ്ലോകങ്ങൾ റിപ്പീറ്റ് ചെയ്യുന്ന ഉഷാ മാധവനക്ക, 4 മുതൽ 6 വരെ ഗീത പി.ടി. അക്ക, അതേപോലെ 7, 8 ഉഷ കെ അക്ക, 9, 10 രാജലക്ഷ്മി അക്ക. ഇവരാണ് റിപ്പീറ്റ് ചെയ്യുന്നത്. എക്സ്പ്ലനേഷൻ ചെയ്യുന്നത് രത്നവല്ലിയൊക്കെയാണ്. ബായ്ക്കപ്പിൽ നമ്മുടെ സുനിതാക്കയുമുണ്ട്. അങ്ങനെ ഇതിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും സ്നേഹപൂർവ്വം ആദരപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. അതേമാതിരി ഇവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാ ശ്രോതാക്കളെയും സാദരം സ്വാഗതം ചെയ്യുന്നു. ആദ്യമായിട്ട് നമുക്ക് ധ്യാന ശ്ലോകമാണ്. ആ ധ്യാന ശ്ലോകത്തിനായി രാജമ്മക്കയെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ഹരി ഓം രാജമ്മക്ക. ഹരി ഓം. ഓം നമോ ഭഗവതേ വാസുദേവായ. പീതാംബരം കരവിരാജിത ശംഖചക്രകൗമോദകീ സരസിജം കരുണാസാഗരം രാധാസഹായം അതിസുന്ദരമന്ദഹാസം വാതാലേശമനിശം ഹൃദി ഭാവയാമി. അഗജാനന പദ്മാർക്കം ഗജാനനം അർഹനിശം അനേകദന്തം ഭക്താനാം ഏകദന്തം ഉപാസ്മഹേ. ശ്രീ മഹാഗണപതേ നമഃ. മോക്ഷാപ്തിസാരമയ ഭഗവതാഖ്യദഗ്നോ നാരായണീയ നവനീതം അഹോ ഗൃഹീത്വാ മായാമയൗഖ്യപരിതപ്തജനായ യോഗാത് നാരായണാവനി സുരായ നമോസ്തു തസ്മൈ. സരസ്വതീ നമസ്തുഭ്യം വരദേ ജ്ഞാനരൂപിണീ വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. ശ്രീ മഹാസരസ്വത്यै നമഃ. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ശ്രീനാഥ നാരായണ വാസുദേവ. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ശ്രീനാഥ നാരായണ വാസുദേവ. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ശ്രീനാഥ നാരായണ വാസുദേവ. ഓം സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം ഗോവിന്ദ ഹരി ഗോവിന്ദ. ഹരി ഓം. ഹരി ഓം. അടുത്തതായി ചാൻഡിങ് ഗൈഡൻസിനായി ജ്യോതിയക്കയെയും അതേപോലെ ആദ്യത്തെ 1 മുതൽ 3 വരെയുള്ള ശ്ലോകങ്ങൾ ചാൻഡ് ചെയ്യാൻ വേണ്ടി ഉഷാ മാധവനക്കയെയും സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ഹരി ഓം. ഹരി ഓം ജ്യോതിയക്ക. ഹരി ഓം. നാരായണീയം അങ്ങനെ നമ്മളുടെ അവസാന ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുകയാണ്. ഇന്നിപ്പോ 99ാമത്തെ ദശകമാണ്. ഇനി ആകെ ഒരു ദശകം കൂടിയേ. എത്ര പെട്ടെന്നാണ് നാരായണീയത്തിന്റെ ആ പഠനം പോയത് എന്നുള്ളത് ഗുരുവായൂരപ്പന് മാത്രമേ അറിയുള്ളൂ അല്ലെ. നമുക്ക് പോലും ചിന്തിക്കാൻ പറ്റുന്നുണ്ടോ ഇത്ര പെട്ടെന്ന് നാരായണീയം കഴിഞ്ഞു എന്നുള്ളത് അല്ലെ.
അപ്പോ 99-ാമത്തെ ദശകത്തിലെത്തി നിൽക്കുകയാണ്. 99-ാമത്തെ ദശകം ഇതുവരെ നാരായണീയത്തിൽ കണ്ടതിൽ വെച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു അധ്യായമാണ്. അതായത് വേദസ്തുതി. നാരായണീയത്തില് ശ്രീമദ് മഹാഭാഗവതത്തില് പല സ്ഥലങ്ങളിലായിട്ട് വേദങ്ങളെ പ്രകീർത്തിച്ചിട്ടുണ്ട്. അപ്പോ തീർച്ചയായിട്ടും മേൽപ്പത്തൂർ ഭട്ടതിരിപ്പാടിനും തോന്നിയിരിക്കാം ഇത്രയും ഭാഗവതത്തിന്റെ കൺക്ലൂഷനാണ് നാരായണീയം. അപ്പൊ അതില് വേദത്തിനെ കുറിച്ചിട്ട് പറയാതിരുന്നാൽ ഒരിക്കലും നാരായണീയം സമ്പൂർണ്ണമാവില്ല എന്ന് ഗുരുവായൂരപ്പൻ ഭട്ടതിരിപ്പാടിനെ കൊണ്ട് തോന്നിപ്പിച്ചിരിക്കാം. ഇതില് കംപ്ലീറ്റ് ഭഗവാന്റെ വർണ്ണനയാണ്. വേദത്തില് എങ്ങനെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വേദങ്ങൾ അറിയില്ല. പക്ഷെ പൂജാതി കർമ്മങ്ങൾക്കെല്ലാം ഉപയോഗിക്കുന്നത് വേദങ്ങളാണ്. ആ വേദങ്ങളില് എങ്ങനെയാണ് ഭഗവാനെ പ്രകീർത്തിച്ചിരിക്കുന്നത് എന്നുള്ളത് വളരെ ചുരുങ്ങിയ രീതിയിൽ നമുക്ക് കാണിച്ചു തരികയാണ് ദശകം 99 വേദസ്തുതി എന്നുള്ള അധ്യായം. അതിലും വൃത്തം ശ്രദ്ധര തന്നെയാണ്. നമുക്ക് നോക്കാം ഒന്നാമത്തെ ശ്ലോകം. വിഘടിപ്പിക്കുമ്പോൾ അതെങ്ങനെയാന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. വിഷ്ണോഹു വീര്യാണി വിഷ്ണോർ വീര്യാണി കോ വാ കഥയതു ധരണേ കഹജ കശ്ച രേണുർ മിമീതേ. നെക്സ്റ്റ് ലൈൻസ് വരാം. യസ്യ ഏവ അംക്രി ത്രയേണ യസ്യൈവാംക്രി ത്രയേണ ത്രിജഗത് അഭിമിതം മോദതേ പൂർണ്ണ സമ്പത്ത് യഹ അസൗ. അതാണ് ഏ സൗ പറയണത്. വിശ്വാണി ദത്തേ പ്രിയമിഹ പരമം ധാമ തസ്യാഭിയായാം ത്വദ്ഭക്താഃ യത്ര മാദ്യന്തി അമൃത രസമരന്ധസ്യ യത്ര പ്രവാഹാഃ. അങ്ങനെയാണ് ഒന്നാമത്തെ ശ്ലോകത്തിന്റെ അത് നമ്മൾ ഛേദം ചെയ്യുമ്പോൾ വരും. ഇനി നമുക്ക് ഒന്നാമത്തെ ശ്ലോകം ചൊല്ലി നോക്കാം. വിഷ്ണോർവീര്യാണി ഗോവാ കഥയതു ധരണേ കശ്ച രേണുർമിമീതേ യസ്യൈവാംഗ്രിത്രയേണ ത്രിജഗദഭിമിതം മോദതേ പൂർണ്ണ സമ്പത്ത്. വിഷ്ണോർവീര്യാണി കോവാ കഥയതു ധരണേ കശ്ച രേണൂന്മിമീതേ യസ്യ വാംഗ്രിത്രയേണ ത്രിജഗത് അഭിമിതം മോദതേ പൂർണ്ണ സമ്പത്. യോസൗ വിശ്വാനി ദത്തേ പ്രിയമിഹ പരമം ധാമ തസ്യാഭിയായാം ത്വദ്ഭക്താ യത്ര മാദ്യന്തമൃത രസമരന്ധസ്യ യത്ര പ്രവാഹ. യോസൗ വിശ്വാനി ദത്തേ പ്രിയമിഹ പരമം ധാമ തസ്യാഭിയായാം ത്വദ്ഭക്താ യത്ര മാദ്യന്ത്യ അമൃതരസമരന്ധസ്യ യത്ര പ്രവാഹഃ. വിഷ്ണോർവീര്യാണി ഗോവാ കഥയതു ധരണേ കശ്ച രേണുർമിമീതേ യസ്യൈവാംഗ്രിത്രയേണ ത്രിജഗദഭിമിതം മോദതേ പൂർണ്ണ സമ്പത്ത്. യോസൗ വിശ്വാനി ദത്തേ പ്രിയമിഹ പരമം ധാമ തസ്യാഭിയായാം ത്വദ്ഭക്താ യത്ര മാദ്യന്തമൃത രസമരന്ധസ്യ യത്ര പ്രവാഹ. വിഷ്ണോർവീര്യാണി കോവാ കഥയതു ധരണേ കശ്ച രേണൂന്മിമീതേ യസ്യ വാംഗ്രിത്രയേണ ത്രിജഗദഭിമിതം മോദതേ പൂർണ്ണ സമ്പത്ത്. യോസൗ വിശ്വാനി ദത്തേ പ്രിയമിഹ പരമം ധാമ തസ്യാഭിയായാം ത്വദ്ഭക്താ യത്ര മാദ്യാന്ത്യ അമൃതരസമരന്ധസ്യ യത്ര പ്രവാഹഃ. ശ്ലോകം 2 പദവിച്ഛേദം നോക്കാം. ആദ്യായ അശേഷ കർത്രേ ആദ്യായ അശേഷ കർത്രേ പ്രതിനിമിഷ നവിനായ ഭർത്രേ വിദൂതേഹേ ഭക്താത്മാ വിഷ്ണവേ യഹ പ്രതിശതി ഹവിഹി ആധീനി ഹവിരാധീനി യജ്ഞാർച്ചനാദൗ കൃഷ്ണാദ്യം ജന്മ യഹവ എന്നുള്ളതാണ് യുവ മഹദ് ഇഹ അതാണ് മഹദിഹ മഹദഹ മഹതോ വർണ്ണയേ സഹം അയ ഏവ സോയമേവ പ്രീതഃ
പൂർണ്ണഃ പ്രീതഃ പൂർണ്ണോ യശോഭിഃ ത്വരിതം അഭിസരേത് യശോഭിസ്ത്വരിതമഭിസരേത് പ്രാപ്യം അന്ധേ പ്രാപ്യമധ്യേ പദം തേ. ഇനി നമുക്ക് രണ്ടാമത്തെ ശ്ലോകം ചൊല്ലാം. ആധ്യായ ശേഷകർത്രേ പ്രതിനിമിഷ നവീനായ ഭർത്രേ വിഭൂതേർ ഭക്താത്മാ വിഷ്ണവേയ പ്രതിഷ്യതി ഹവിരാദീനി യജ്ഞാർച്ചനാദൗ. ആദ്യായ അശേഷകർത്രേ പ്രതിനിമിഷ നവീനായ ഭർത്രേ വിഭൂതേർ ഭക്താത്മാ വിഷ്ണവേയ പ്രതിശതി ഹവിരാദീനി യജ്ഞാർച്ചനാദൗ. കൃഷ്ണാദ്യം ജന്മയോ വാ മഹദിഹ മഹദോ വർണ്ണയേത് സോയമേവ പ്രീതപൂർണോ യശോഭിസ്ത്വരിതമഭിസരേത് പ്രാപ്യമന്ധേ പദം തേ. കൃഷ്ണാദ്യം ജന്മയോ വാ മഹദിഹ മഹദോ വർണ്ണയേത് സോയമേവ പ്രീതപൂർണോ യശോഭിസ്ത്വരിതമഭിസരേത് പ്രാപ്യമന്ധേ പദം തേ. ആദ്യായ ശേഷകർത്രേ പ്രതിനിമിഷ നവീനായ ഭർത്രേ വിഭൂതേർ ഭക്താത്മാ വിഷ്ണവേയ പ്രതിശതി ഹവിരാധീനി യജ്ഞാർച്ചനാദൗ. കൃഷ്ണാദ്യം ജന്മയോ വാ മഹദിഹ മഹദോ വർണ്ണയേത് സോയമേവ പ്രീതപൂർണോ യശോഭിസ്ത്വരിതമഭിസരേത് പ്രാപ്യമന്ധേ പദം തേ. ആദ്യായ അശേഷകർത്രേ പ്രതിനിമിഷ നവീനായ ഭർത്രേ വിഭൂതേർ ഭക്താത്മാ വിഷ്ണവേയ പ്രതിശതി ഹവിരാദീനി യജ്ഞാർച്ചനാദൗ. കൃഷ്ണാദ്യം ജന്മയോ വാ മഹദിഹ മഹദോ വർണ്ണയേത് സോയമേവ പ്രീതപൂർണോ യശോഭിസ്ത്വരിതം അഭിസരേത് പ്രാപ്യമന്ധേ പദം തേ. ശ്ലോകം 3. ഹേ സ്തോദാരാഹ കവീന്ദ്രാസ്തം ഇഹ കവീന്ദ്രാസ്തഹമിഹ ഖലു യഥാ ഛേദായ ദ്വേ തഥൈവ വ്യക്തം വേദസ്യ സാരം പ്രണുവദഃ ജനന ഉപാത്ത ലീലാ കഥാഭിഃ ജനനോപാത്ത ലീലാ കഥാഭിഃ जानन्दः च अस्य जानन्दश्चास्य नामानि अखिल सुखकराणि इति नामान्यखिल सुखकराणि इति संकीर्तयध्वं हे विष्णु कीर्तनाद्ये तव खलु महदः तत्त्वबोधं भजेयम्. श्लोकं नोക്കാം. हे स्तोदारा कवीन्द्रस्तमिह खलु यथा चेदयद्वे तथैव व्यक्तं वेदस्य सारं प्रणुवद जननोपात लीलाकथाभिः. हे स्तोतार कवीन्द्रास्तमिह खलु यथा चेदयद्वे तथैव व्यक्तं वेदस्य सारं प्रणुवद जननोपात लीलाकथाभिः. जानन्दश्चास्य नामान्यखिल सुखकराणीति संकीर्तयध्वं हे विष्णु कीर्तनाद्यैस्तव खलु महद तत्त्वबोधं भजेयम्. जानन्दश्चास्य नामान्यखिल सुखकराणीति संकीर्तयध्वं हे विष्णु कीर्तनाद्यैस्तव खलु महदस्तत्त्वबोधं भजेयम्. हे स्तोदारा कवीन्द्रास्तमिह खलु यथा चेदयद्वे तथैव व्यक्तं वेदस्य सारं प्रणुवद जननोपात लीलाकथाभिः. जानन्दश्चास्य नामान्यखिल सुखकराणीति संकीर्तयध्वं हे विष्णु कीर्तनाद्यैस्तव खलु महदस्तत्त्वबोधं भजेयम्. हे स्तोदार कवीन्द्रास्तमिह खलु यथा चेदयद्वे तथैव व्यक्तं वेदस्य सारं प्रणुवद जननोपात्त लीलाकथाभिः.
जानन्तच्छास्यनामानि अखिलसुखकराणीति सङ्कीर्तयध्वं हे विष्णो कीर्तनाद्यैस्तव खलु मगधस्तत्त्वबोधं भजेयम्. ശ്ലോകം 4. വിഷ്ണോഃ കർമാണി സംപശ്യത മനസി തഥാ യൈഃ സധർമാൻ അബധ്നാത് ധർമാൻ അബധ്നാത്. അതായത് സധർമാൻ അബധ്നാത് എന്നുള്ളതിനെയാണ് കൂട്ടി വായിക്കുന്നത്, ധർമാൻ അബധ്നാത് എന്നുള്ളത് കൂട്ടി വായിക്കുന്നത്. യാനി ഇന്ദ്രസ്യ ഏഷഃ യാനീന്ദ്രസ്യ ഭൃത്യ. യാനി ഇന്ദ്രസ്യ ഏഷഃ, അതാണ് യാനീന്ദ്രസ്യേഷ ഭൃത്യ. പ്രിയ സഖഃ ഇവ ച വ്യാധനോ ക്ഷേമകാരി വീക്ഷന്തെ യോഗസിദ്ധാഃ പരപദമനിശം യസ്യ സമ്യക് പ്രകാശം വിപ്രേന്ദ്രഃ ജാഗരൂകാഃ കൃത ബഹുനുതയോ യച്ഛ നിർഭാസയന്തി. ശ്ലോകം നോക്കാം. വിഷ്ണോർകർമാണി സംപശ്യത മനസി സദായൈ സ ധർമാനബധ്നാജ്ഞാനീന്ദ്രസ്യേഷ ഭൃത്യ പ്രിയസഖ ഇവ ച വ്യാധനോ ക്ഷേമകാരി. വിഷ്ണോ കർമാണി സംപശ്യത മനസി സദാ യൈസ ധർമാനബധ്നാത് യാനീന്ദ്രസ്യൈഷ ഭൃത്യ പ്രിയസഖ ഇവ ച വ്യാധനോ ക്ഷേമകാരി. വീക്ഷന്തെ യോഗസിദ്ധ പരപദമനിശം യസ്യ സമ്യക് പ്രകാശം വിപ്രേന്ദ്ര ജാഗരൂക കൃത ബഹുനുദയോ യച്ഛ നിർഭാസയന്തി. വീക്ഷന്തെ യോഗസിദ്ധ പരപദമനിശം യസ്യ സമ്യക് പ്രകാശം വിപ്രേന്ദ്ര ജാഗരൂക കൃത ബഹുനുദയോ യച്ഛ നിർഭാസയന്തി. വിഷ്ണു കർമാണി സംപശ്യത മനസി സദായൈ സ ധർമാനബധ്നാജ്ഞാനീന്ദ്രസ്യേഷ ഭൃത്യ പ്രിയസഖ ഇവ ച വ്യാധനോക്ഷേമകാരി. വീക്ഷന്തെ യോഗസിദ്ധ പരപദമനിശം യസ്യ സമ്യക് പ്രകാശം വിപ്രേന്ദ്ര ജാഗരൂക കൃത ബഹുനുദയോ യച്ഛ നിർഭാസയന്തി. വിഷ്ണോ കർമാണി സംപശ്യത മനസി സദാ യൈസ ധർമാനബധ്നാത് യാനീന്ദ്രസ്യൈഷ ഭൃത്യ പ്രിയസഖ ഇവ ച വ്യാധനോക്ഷേമകാരി. വീക്ഷന്തെ യോഗസിദ്ധ പരപദമനിശം യസ്യ സമ്യക് പ്രകാശം വിപ്രേന്ദ്ര ജാഗരൂക കൃത ബഹുനുതയോ യച്ഛ നിർഭാസയന്തി. ശ്ലോകം 5 പദച്ഛേദം. നോ ജാതഃ ജാതോ ജാതമനഃ അഭി ജാതമനോപി ച സമധിഗതഃ ത്വം മഹിംനോ അവസാനം സമധിഗതസ്ത്വന്മഹിംനോവസാനം. ദേവാ ശ്രേയാംസി വിദ്വാൻ പ്രതിമുഹുരുഹു അഭി പ്രതിമുഹുരഭി തേ നാമ സംശാമി വിഷ്ണു. തം ത്വാം സംസ്തൗമി നാനാവിധ നുധിവ ശൈനിഃ അസ്യ നാനാവിധനുതി വചനൈരസ്യ ലോകത്രയസ്യ അഭി ഊർധ്വം ലോകത്രയസ്യാഭ്യൂർധ്വം. വിഭ്രാജിമാനേ വിരജിത വസതിം തത്ര വൈകുണ്ഠ ലോകേ. ശ്ലോകം നോക്കാം. നോ ജാതോ ജായമാനോ സമധിഗതസ്ത്വന്മഹിംനോവസാനം ദേവാ ശ്രേയാംസി വിദ്വാൻ പ്രതിമുഹുരഭിത്തേ നാമ ശംസാമി വിഷ്ണു. നോ ജാതോ ജായമാനോപി ച സമധിഗതസ്ത്വന്മഹിംനോവസാനം ദേവശ്രേയാംസി വിദ്വാൻ പ്രതിമുഹുരഭി തേ നാമ ശംസാമി വിഷ്ണു. തം ത്വാം സംസ്തൗമി നാനാവിധനുതിവചനൈരസ്യ ലോകത്രയസ്യാഭ്യൂർധ്വം വിഭ്രാജമാനേ വിരജിത വസതിം തത്ര വൈകുണ്ഠലോകേ.
तं त्वां संस्तौमि नानाविधनुतिवचनैरस्य लोकत्रयस्याप्यूर्ध्वं विभ्राजमाने विरचितवसतिं तत्र वैकुण्ठलोके नो जातो जायमानोऽपि च समधिगतस्त्वन्महिम्नोऽवसानं देवा श्रेयांसि विद्वान् प्रतिमुहुरभिधे नाम शंसामि विष्णो तं त्वां संस्तौमि नानाविधनुति वचनैरस्य लोकत्रयस्याप्यूर्ध्वं विभ्राजमाने विरचितवसतिं तत्र वैकुण्ठलोके नो जातो जायमानोऽपि च समधिगतस्त्वन्महिम्नोऽवसानं देवश्रेयांसि विद्वान् प्रतिमुहुरपि ते नाम शंसामि विष्णो तं त्वां संस्तौमि नानाविधनुतिवचनैरस्य लोकत्रयस्याप्यूर्ध्वं विभ्राजमाने विरचितवसतिं तत्र वैकुण्ठलोके आपाः श्लोकमार आपाः सृष्ट्यादिजन्याः प्रथमम् आयि विभो गर्भदेशे ददुः त्वां यत्र त्वयैव जीवा जलशयन हरे സംഗതാഹ ഐക്യം ആപാൻ. അതാണ് ഐക്യമാപൻ. തസ്യ അജസ്യ തസ്യാജസ്യ പ്രഭോ തേ വിനിഹിതമഭവത് പത്മേകം ഹിനാവൗ ദിക്പത്രം യത് കില ആഹു കനകധരണിഭൃത് കർണികം ലോകരൂപം. ശ്ലോകമാര് ആഭസ്രഷ്ട്യാദിജന്യ പ്രഥമമയി വിഭോ ഗർഭദേശേ ദദുസ്ത്വം യത്ര ത്വയ്യേവ ജീവാ ജലശയന ഹരേ സംഘദാ ഐക്യമാപൻ. ആഭസ്രഷ്ട്യാദിജന്യ പ്രഥമമയി വിഭോ ഗർഭദേശേ ദദുസ്ത്വാം യത്ര ത്വയ്യേവ ജീവാ ജലശയന ഹരേ സംഗതാ ഐക്യമാപൻ. തസ്യാജസ്യ പ്രബോധേ വിനിഹിതമഭവത് പത്മമേഘം ഹിനാഭൗ ദിക്പത്രം യത്കിലാഹു കനകധരണിഭൃത് കർണികം ലോകരൂപം. തസ്യാജസ്യ പ്രബോധേ വിനിഹിതമഭവത് പത്മമേഘം ഹിനാഭൗ ദിക്പത്രം യത്കിലാഹു കനകധരണിഭൃത് കർണികം ലോകരൂപം. ആഭസ്രഷ്ട്യാദിജന്യ പ്രഥമമയി വിഭോ ഗർഭദേശേ ദനുസ്ത്വാം യത്ര ത്വയ്യേവ ജീവാ ജലശയന ഹരേ സംഘദാ ഐക്യമാപൻ. തസ്യാജസ്യ പ്രബോധേ വിനിഹിതമഭവത് പത്മമേഘം ഹിനാഭൗ ദിക്പത്രം യത്കിലാഹു കനകധരണീഭൃത് കർണികം ലോകരൂപം. ആപസ്രഷ്ട്യാദിജന്യ പ്രഥമമയി വിഭോ ഗർഭദേശേ ദദുസ്ത്വാം യത്ര ത്വയ്യേവ ജീവാ ജലശയന ഹരേ സംഗതാ ഐക്യമാപൻ. തസ്യാജസ്യ പ്രബോധേ വിനിഹിതമഭവത് പത്മമേഘം ഹിനാഭൗ ദിക്പത്രം യത്കിലാഹു കനകധരണിഭൃത് കർണികം ലോകരൂപം. ശ്ലോകമേഴ്. ഹേ ലോകാഹ വിഷ്ണുഃ ഏതത് വിഷ്ണുരേതത് ഭുവനം അജനയത് ഭുവനമജനയത് തന്ന ജാനീത യൂയം യുഷ്മാകം ഹി അന്താമസ്തം കിമഭി ഹന്തരസ്തം തത്പരം വിദ്യതേ വിഷ്ണുരൂപം. നീഹാരപ്രഖ്യ മായാ പരിവൃത മനസഃ മോഹിതാഃ നാമരൂപൈഃ പ്രാണപ്രീതി ഏകാന്ത തൃപ്താഃ ചരത. പ്രാണപ്രീതേക തൃപ്താശ്ചരത മഗപരഃ ഹന്ത ന ഇച്ഛ നേച മുകുന്ദ.
ഏഴാമത്തെ ശ്ലോകം നോക്കാം. ഹേ ലോകാ വിഷ്ണുരേതത് ഭുവനമജനയത് തന്ന ജാനീത യൂയം യുഷ്മാകം ഹ്യന്തരസ്തം കിമപി തഥപരം വിദ്യതേ വിഷ്ണുരൂപം. हे लोका विष्णुरेतत् भुवनमजनयत् तन्न जानीथ यूयम् युष्माकं ह्यन्तरस्तं किमपि ततपरं विद्यते विष्णुरूपम्. നീഹാര പ്രഖ്യമായ പരിവൃത മനസ്സോ മോഹിതാ നാമരൂപൈ പ്രാണപ്രീത്വേക തൃപ്താഞ്ചരദ്ദ മഘപരാഹന്ത നേചാ മുകുന്ദേ. നീഹാരപ്രഖ്യമായ പരിവൃതമനസോ മോഹിതാ നാമരൂപൈ പ്രാണപ്രീത്യേകതൃപ്താശ്ചരതമഖപരാ ഹന്തനേച്ഛാ മുകുന്ദേ. ഹേ ലോകാ വിഷ്ണുരേതത് ഭുവനമജനയത് തന്ന ജാനീത യൂയം യുഷ്കാമം ഹ്യന്തരസ്തം കിമപി തഥപരം വിദ്യതേ വിഷ്ണുരൂപം. നീഹാര പ്രഖ്യമായ പരിവൃത മനസ്സോ മോഹിതാ നാമരൂപൈ പ്രാണപ്രീത്യേക തൃപ്താശ്ചരത മഘപരാഹന്ത നേചാ മുകുന്ദേ. हे लोका विष्णुरेतत् भुवनमजनयत् तन्न जानीथ यूयम् युष्माकं ह्यन्तरस्तं किमपि ततपरं विद्यते विष्णुरूपम्. നീഹാരപ്രഖ്യമായ പരിവൃതമനസോ മോഹിതാ നാമരൂപൈ പ്രാണപ്രീത്യേകതൃപ്താശ്ചരതമഖപരാ ഹന്തനേച്ഛാ മുകുന്ദേ. ശ്ലോകം 8. ശ്ലോകം 8 പുരുഷ സൂക്തത്തിലത്തെ 2 മന്ത്രങ്ങളാണ്. മൂർധ്നാം അക്ഷ്ണാം മൂർധ്നാം അക്ഷ്ണാം പധാനാം വഹസി ഖലു സഹസ്രാണി സംപൂര്യ വിശ്വം തത് പ്രോത്ക്രമ്യ അഭിതിഷ്ഠൻ പരിമിത വിവരേ ഭാസി ചിത്താന്തരേ അപി ഭൂതം ഭവ്യം ച സർവം പരപുരുഷ ഭവാൻ കിഞ്ച ദേഹ ഇന്ദ്രിയാദിഷു ആവിഷ്ടാഃ അഭി ഉദ്ഗതത്വാദ അമൃത സുഖരസം ദേഹേന്ദ്രിയാദിഷ്വാവിഷ്ടൗ പ്യുത്ഗതത്വാദ ച അനുദുങ്ക്ഷേ ത്വം ഏവ. ഇനി നമുക്ക് ശ്ലോകം നോക്കാം. ശ്ലോകം 8. മൂർധ്നാമക്ഷ്ണാം പദാനാം വഹസി ഖലു സഹസ്രാണി സംഭൂര്യ വിശ്വം തത്പ്രോത്ക്രമ്യാഭിതിഷ്ഠൻ പരിമിത വിവരേ ഭാസി ചിത്താന്തരേഭി. മൂർധ്നാമശ്നാം പദാനാം വഹസി ഖലു സഹസ്രാണി സംഭൂര്യ വിശ്വം തത്പ്രോത്ക്രമ്യാഭിതിഷ്ഠൻ പരിമിത വിവരേ ഭാസി ചിത്താന്തരേപി. ഭൂതം ഭവ്യം ച സർവം പരപുരുഷ ഭവാൻ കിഞ്ച ദേഹേന്ദ്രിയാദിഷ്വാവിഷ്ടേ ഗതത്വാദ അമൃത സുഖരസം ചാനുഭുങ്ക്ഷേ ത്വമേവ. ഭൂതം ഭവ്യം ച സർവം പരപുരുഷ ഭവാൻ കിഞ്ച ദേഹേന്ദ്രിയാദിഷ്വാവിഷ്ടോ അമൃതസുഖരസ ചാനുഭുങ്ക്ഷേ ത്വമേവ. മൂർധ്നാമക്ഷ്ണാം പദാനാം വഹസി ഖലു സഹസ്രാണി സംഭൂര്യ വിശ്വം തത്പ്രോത്ക്രമ്യാഭിതിഷ്ഠാൻ പരിമിത വിവരേ ഭാസി ചിത്താന്തരേഭി. ഭൂതം ഭവ്യം ച സർവം പരപുരുഷ ഭവാൻ കിഞ്ച ദേഹേന്ദ്രിയാദിഷ്വാവിഷ്ടോഭ്യു ഗതത്വാദ അമൃത സുഖരസം ചാനുഭുങ്ക്ഷേ ത്വമേവ. മൂർധ്നാമശ്നാം പദാനാം വഹസി ഖലു സഹസ്രാണി സംഭൂര്യ വിശ്വം തത്പ്രോത്ക്രമ്യാഭിതിഷ്ഠൻ പരിമിത വിവരേ ഭാസി ചിത്താന്തരേപി. ഭൂതം ഭവ്യം ച സർവം പരപുരുഷ ഭവാൻ കിഞ്ച ദേഹേന്ദ്രിയാദിഷ്വാവിഷ്ടോ വ്യുദ്ഗതത്വാദ് അമൃതസുഖരസം ചാനുഭുങ്ക്ഷേ ത്വമേവ.
ശ്ലോകം 9 വിച്ഛേദം നോക്കാം. യത്തു ത്രൈലോക്യരൂപം ദദദപി ച തതഃ ച തതോ നിർഗതോ അനന്തശുദ്ധ ജ്ഞാനാത്മാ വർത്തസേ ത്വം തവ ഖലു മഹിമാ സഹ അഭി സോപി താവാൻ കിം അന്യത് സ്തോഗസ്തേ ഭാഗഃ ഏവ അഖില ഭുവനതയാ ദൃശ്യത്തെ ത്രയംശ കൽപം ഭൂയിഷ്ടം സാന്ദ്രമോദാത്മകം ഉപരി തതഃ ഭാതി തസ്മൈ നമസ്തേ. 9ാമത്തെ ശ്ലോകം ചൊല്ലാൻ നോക്കാം. യത്തു ത്രൈലോക്യരൂപം ദദദപി ച തതോ നിർഗതോ നന്ദശുദ്ധ ജ്ഞാനാത്മാ വർത്തസേ ത്വം തവ ഖലു മഹിമാ സോഭിതാവൻ കിമന്യത്. യത്തു ത്രൈലോക്യരൂപം ദദദപി ച തതോ നിർഗതോ നന്ദശുദ്ധ ജ്ഞാനാത്മാ വർത്തസേ ത്വം തവ ഖലു മഹിമാ ശോഭിതാവാൻ കിമന്യത്. ഓഗസ്തേ ഭാഗ ഏവ അഖില ഭുവനദയാ ദൃശ്യത്തെ ത്രയംശ കൽപം ഭൂയിഷ്ടം സാന്ദ്രമോദാത്മകമുപരി തതോ വാദി തസ്മൈ നമസ്തേ. തോഗസ്തേ ഭാഗേവാഖില ഭുവനതയാ ദൃശ്യതേ ത്രംശകൽപം ഭൂയിഷ്ടം സാന്ദ്രമോദാത്മകമുപരി തതോ ഭാതി തസ്മൈ നമസ്തേ. യത്തു ത്രൈലോക്യരൂപം ദദദപി ച തതോ നിർഗതോ നന്ദശുദ്ധ ജ്ഞാനാത്മാ വർത്തസേ ത്വം തവ ഖലു മഹിമാ ശോഭിതാവാൻ കിമന്യത്. സ്തോഗസ്തേ ഭാഗ ഏവ അഖില ഭുവനദയാ ദൃശ്യത്തെ ത്രയംശ കൽപം ഭൂയിഷ്ടം സാന്ദ്രമോദാത്മകമുപരി തതോ ഭാതി തസ്മൈ നമസ്തേ. ത്രൈലോക്യരൂപം ദധദപി ച തതോ നിർഗതോ നന്ദശുദ്ധ ജ്ഞാനാത്മാ വർത്തസേ ത്വം തവ ഖലു മഹിമാ ശോഭിതാവാൻ കിമന്യത്. സ്തോഗസ്തേ ഭാഗ ഏവാഖില ഭുവനതയാ ദൃശ്യതേ ത്രംശകൽപം ഭൂയിഷ്ടം സാന്ദ്രമോദാത്മകമുപരി തതോ ഭാതി തസ്മൈ നമസ്തേ. ശ്ലോകം 10 വിച്ഛേദം. അവ്യക്തം തേ സ്വരൂപം ദുരധിക മധ്യമം തത്തു ശുദ്ധൈകത്വം വ്യക്തം ച അഭി ഏതദ് ഏവ ചാപ്യാദദേവ സ്ഫുടം അമൃതരസാം ബോധി കല്ലോല തുല്യം സർവോത്കൃഷ്ടാം അഭീഷ്ടാം തദിഹ ഗുണരസേനൈവ ചിത്തം ഹരന്തീം മൂർത്തിം തേ സംക്രയേ അഹം പവനപുരപതേ പാഹി മാം കൃഷ്ണ രോഗാത്. 10ാമത്തെ ശ്ലോകം നോക്കാം. അവ്യക്തം തേ സ്വരൂപം ദുരധി ഗമതമം തത്തു ശുദ്ധൈകസത്വം വ്യക്തം ചാപ്യേദേവ സ്ഫുടമൃതരസാം ബോധികല്ലോലതുല്യം. അവ്യക്തം തേ സ്വരൂപം ദുരധിഗമതമം തത്തു ശുദ്ധൈകസത്വം വ്യക്തം ചാപ്യേതദേവ സ്ഫുടമൃതരസാം ബോധികല്ലോലതുല്യം. സർവോത്കൃഷ്ടാമഭീഷ്ടാം തദിഹ ഗുണരസേനൈവ ചിത്തം ഹരന്തി മൂർത്തിം തേ സംശ്രയേഹം പവനപുരപദേ പാഹി മാം കൃഷ്ണരോഗാത്. സർവോത്കൃഷ്ടാമഭീഷ്ടാം തദിഹ ഗുണരസേനൈവ ചിത്തം ഹരന്തി മൂർത്തിം തേ സംശ്രയേഹം പവനപുരപദേ പാഹി മാം സർവരോഗാത്. അവ്യക്തം തേ സ്വരൂപം ദുരധിഗമതമം തത്തു ശുദ്ധൈകസത്വം വ്യക്തം ചാപ്യേതദേവ സ്ഫുടമൃതരസാ ബോധികല്ലോലതുല്യം സർവോത്കൃഷ്ടാമഭീഷ്ടാം
തദിഹ ഗുണരസേണൈവ ചിത്തം ഹരന്തീം മൂർത്തിം തേ സംശ്രയേഹം പവനപുരപദേ പാഹി മാം കൃഷ്ണരോഗാത്. അവ്യക്തം ദേ സ്വരൂപം ദുരധിഗമതമം തത്തു ശുദ്ധൈക സത്വം വ്യക്തം ചാപ്യേതദേവ സ്ഫുടമൃതരസാംഭോധി കല്ലോലതുല്യം സർവോത്കൃഷ്ടാമഭീഷ്ടാം തദിഹ ഗുണരസേനൈവ ചിത്തം ഹരന്തീം മൂർത്തിം തേ സംശ്രയേഹം പവനപുരപദേ പാഹി മാം കൃഷ്ണരോഗാത്. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. 99ാമത്തെ ശ്ലോകത്തിന്റെ പദവിച്ഛേദവും നമ്മൾ ശ്ലോകങ്ങളും പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് വ്യാഖ്യാനം നോക്കാം. ഹരിയോ ഹരിയോ. അങ്ങനെ നമ്മളെ 99ാമത്തെ ദശകത്തിന്റെ ഗൈഡൻസ് വളരെ നല്ല രീതി, അതിന്റെ റെപ്പറ്റീഷനും വളരെ നല്ല രീതിയിൽ തന്നെ കഴിഞ്ഞു. നമ്മൾ കേട്ടിരിക്കാൻ വളരെ സന്തോഷമായിരുന്നു, വളരെ സുഖമായിട്ട് എനിക്ക് തോന്നി. ഇനി അടുത്തായിട്ട് അതിന്റെയൊക്കെ എക്സ്പ്ലനേഷനായിട്ട് രത്നവല്ലിയൊക്കെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ഹരിയൻ രത്നവല്ലിയൊക്ക. ഹരി ഓം. ദശകം 99 വേദസ്തുതി പാരായണമാണ് നമ്മളിപ്പോ ഇവിടെ കേട്ടത്. ഇനി അതിന്റെ വ്യാഖ്യാനത്തിലേക്ക് കടക്കാം. ജ്യോതിയൊക്കെ പറഞ്ഞതുപോലെ ഈ ദശകം വളരെ പ്രധാനപ്പെട്ടതാണ്. വേദമന്ത്രങ്ങളുടെ, അതായത് ഋഗ്വേദത്തിലെ വിഷ്ണു സൂക്ത പ്രധാന മന്ത്രങ്ങളാണ് ഭട്ടതിരിപ്പാട് ഈ ദശകത്തിൽ സംഗ്രഹിച്ചിരിക്കുന്നത്. അതായത് ആദ്യത്തെ 7 ശ്ലോകങ്ങളില് വിഷ്ണു സൂക്തത്തിലെ മന്ത്രങ്ങളും 9, 8, 9 ഈ 2 ശ്ലോകങ്ങളില് പുരുഷ സൂക്തത്തിലെ 8ാമത്തെ ശ്ലോകത്തില് വിഷ്ണു സൂക്ത പുരുഷ സൂക്തത്തിലെ 2 മന്ത്രങ്ങളും 9ാമത്തെ ശ്ലോകത്തില് പുരുഷ സൂക്തത്തിലെ 3ാമത്തെ മന്ത്രവുമാണ് ഭട്ടതിരിപ്പാട് പ്രതിപാദിക്കുന്നത് ഈ ശ്ലോകത്തിലൊക്കെ. അതായത് ഭാഗവതത്തില് പറഞ്ഞു കഴിഞ്ഞു, എന്നാലും ശ്രീമദ് ഭാഗവതത്തിലെ ഋഗ്വേദത്തിലെ വിഷ്ണു സൂക്തത്തിലെ പ്രധാന മന്ത്രങ്ങൾ അതിന്റെ വൃത്തത്തിനും ഭാഷയ്ക്കും ഒക്കെ മാറ്റങ്ങൾ വരുത്തി ധാരാളം ശ്ലോകങ്ങൾ നമ്മളെ ഭാഗവതത്തിലുണ്ട്. അത് അനുകരിച്ചുകൊണ്ട് തന്നെ ഭട്ടതിരിപ്പാടും ഈ മന്ത്രങ്ങളുടെ വ്യാഖ്യാനങ്ങളാണ് ശ്ലോക രൂപത്തിൽ നമുക്ക് ഈ ദശകത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നത്. 99ാമത്തെ ദശകം ഭാഗവതസാര സംഗ്രഹ ശാസ്ത്രമായ നാരായണീയത്തിന്റെ വളരെ പ്രശസ്തമായ ഒരു ദശകമാണ്. ഈ ശ്ലോകത്തില് വേദസ്തുതി വളരെ ഭക്തിപൂർവ്വം വർണ്ണിച്ചിരിക്കുകയാണ്. മഹാവിഷ്ണുവിന്റെ വീര്യകഥകളെ, ഈ ഭൂമിയിലുള്ള പരമാണുക്കളെ എണ്ണി തിട്ടപ്പെടുത്താൻ നമുക്ക് അസാധ്യം എന്നതുപോലെ ആർക്കും പൂർണ്ണമായിട്ട് വിവരിക്കാൻ സാധിക്കില്ല എന്നാണ് ഇവിടെ ഭട്ടതിരിപ്പാട് പറഞ്ഞിരിക്കുന്നത്. ഭഗവാന്റെ കാലടി പതിഞ്ഞതിനാലാണ് ഈ ഭൂമി ഇത്രയും ഐശ്വര്യപൂർണമായത് എന്ന് ഇവിടെ പറയുന്നു. അതായത് 3 അടി കൊണ്ട് ത്രിലോകങ്ങളും അളന്ന മഹാബലിയുടെ കഥ നമുക്കറിയാമല്ലോ. വാമനനായിട്ട് വന്ന മഹാബലിയെ ചവിട്ടിത്താത്തി എന്ന് പറയുന്നു. അതല്ല ശരിക്കുള്ള കഥ. എന്നാലും 3 അടി ഈ ഭൂമിയിൽ, അതിൽ 1 അടി ഈ ഭൂമിയിലും പതിച്ചതിനാലാണ് ഇത്രയും ഐശ്വര്യമായി നമ്മൾക്ക് വാഴാനുള്ള ഈ ഭൂമി ഭഗവാൻ നമുക്ക് ഐശ്വര്യപൂർണമായത് ഭഗവാന്റെ തൃപ്പാദങ്ങൾ ഇവിടെ ചവിട്ടിയത് കൊണ്ട് മാത്രമാണ്. വൈകുണ്ഠപുരിയിൽ വിഷ്ണു ഭക്തരെല്ലാം ആഹ്ലാദഭരിതരായിട്ടിരിക്കുന്നു എന്നാണ് ഇവിടെ ഭട്ടതിരിപ്പാട് പറയുന്നത്. അതേപോലെ എനിക്കും വൈകുണ്ഠപ്രാപ്തി തരണേ എന്നാണ് ഭട്ടതിരിപ്പാട് ഇവിടെ ഭഗവാനോട് ഈ ദശകത്തിൽ മൊത്തം അപേക്ഷിക്കുന്നത്. ഭക്തിയോടുകൂടി, വളരെ ഭക്തിയോടുകൂടി. അതാണ് ആദ്യന്ത അമൃതരസമരന്തസ്യ യത്ര പ്രവാഹ. ആദ്യ തൊട്ട് അവസാനം വരെയും എന്നെയും അവിടുന്ന് പ്രാപ്തിക്കായി പ്രാപ്തനാക്കണമേ എന്നാണ് ഈ 1ാമത്തെ ശ്ലോകത്തിൽ ഇവിടെ പറയുന്നത്. 2ാമത്തെ ശ്ലോകം ആദ്യായ, ലോകോത്പത്തിക്ക് മുമ്പ് തന്നെ ഉള്ളത് എന്നാണ് പറയുന്നത് ഭഗവാൻ. അതായത് നമുക്ക് മഹാവിഷ്ണു ലോകോത്പത്തിക്ക് മുമ്പ് തന്നെ ഉള്ളവനാണ്. അശേഷകർത്തൃ, ലോകങ്ങളെയെല്ലാം സൃഷ്ടിക്കുന്നവനാണ്.
പ്രതിനിമിഷ നവീനായ, ക്ഷണം തോറും പുതുമയേന്തുന്നവനും. അതായത് ഭഗവാൻ നമുക്ക് ആർക്കും അറിയില്ല, ലോകോത്പത്തിക്ക് മുമ്പ് തന്നെ ഉള്ള ആളാണ്. അതേപോലെ ലോകങ്ങളെയെല്ലാം സൃഷ്ടിക്കുന്ന ഭഗവാനാണ് ലോകങ്ങളെയെല്ലാം സൃഷ്ടിക്കുന്നത്. മാത്രമല്ല നിമിഷം തോറും ഭഗവാനെ കാണുമ്പോൾ പുതുമ അനുഭവപ്പെടുന്നു നമുക്ക്. അതുകൊണ്ടാണ് നമുക്ക് ഗുരുവായൂരൊന്നും പോയാല് തിരിച്ച് പെട്ടെന്ന് വരാൻ തോന്നാത്തത്. കാരണം ഭഗവാനെ എത്ര കണ്ടാലും നമുക്ക് മതി വരില്ല. ഓരോ പ്രാവശ്യം കാണുമ്പോൾ ഭഗവാനെ വീണ്ടും വീണ്ടും കാണണമെന്ന് തോന്നുന്നു. നേരെ മറിച്ച് ഒരു മനുഷ്യനെ പറ്റി നമ്മൾ ആലോചിക്കുകയാണെങ്കിൽ, ചെറിയ കുട്ടികളാകുമ്പോൾ ഒരു 4-5 വയസ്സ് വരെ നമുക്ക് പുതുമ തോന്നും. പ്രായം കൂടും തോറും പുതുമ നശിക്കുന്നു. എന്നാൽ ഭഗവാൻ അതല്ല. ആദിയിൽ ഉണ്ടായത് ആളാണെങ്കിലും, ആളെന്ന് പറഞ്ഞുകൂടാ, പിന്നെ ആണെങ്കിലും ഭഗവാനാണെങ്കിലും ഓരോ നിമിഷം തോറും നമുക്ക് ഭഗവാനെ പുതുമ തോന്നും. വിഭൂതേ ഭർത്രേ, ഐശ്വര്യത്തെ ഭരിക്കുന്നവനുമായ വിഷ്ണുവിനെ ഭക്താത്മാ, മനസ്സിൽ ഭക്തിയോടുകൂടി, യഹ യജ്ഞാർച്ചനാദൗ, പിന്നെ മനസ്സിൽ ഭക്തിയോടുകൂടി യാതൊരുവനാണോ യാഗത്തിലും ഹവിരാദീനി പ്രതിശതി, പൂജയിലും മറ്റും ഹോമദ്രവ്യം മുതലായവ പ്രദാനം ചെയ്യുന്നത്. അതേപോലെ യഹ വാ മഹദഹ മഹത്, യാതൊരുവനാണോ മഹാനായ വിഷ്ണുവിന്റെ കൃഷ്ണാദ്യം ജന്മഹ, വിഷ്ണുവിന്റെ മഹത്തായ കൃഷ്ണാദ്യ അവതാരത്തെ വർണ്ണിക്കുന്നത്. സഹ അയം ഏവ ഇഹ പ്രീതഃ യശോഭി പൂർണഃ അന്തേ പ്രാപ്യം തേ പദം എന്നാണ് പറയുന്നത്. അതായത് ഇങ്ങനെയുള്ള വിഷ്ണുവിനെ മനസ്സിൽ ഭക്തിയോടുകൂടി ആരാണോ യാഗത്തിലും പൂജയിലും മറ്റും ഹോമദ്രവ്യം മുതലായവ പ്രദാനം ചെയ്യുന്നത്. അതായത് നമുക്കും ചെയ്യാം. നമുക്കും വീട്ടിൽ വെച്ച് പോലും ഭഗവാനെ പല കർമ്മങ്ങളും ആരാധിച്ച് ചെയ്യാമെന്നാണ്. എന്നിട്ട് നമുക്ക് സാധിക്കുന്ന രീതിയിൽ ഇന്ന പോലെ കൊടുക്കണം എന്നില്ല. എന്തെങ്കിലും നമുക്ക് നമ്മളുടെ കഴിവിനനുസരിച്ച് ഫലം പുഷ്പം തോയം ആണ് പറയുന്നത്. നമുക്ക് നമ്മുടെ കഴിവിനനുസരിച്ച് ഭഗവാനെ എന്തെങ്കിലും അർച്ചിക്കാം. അത് പക്ഷെ നമ്മളുടെ മനസ്സോടുകൂടി, മനസ്സിലുള്ള ഭക്തിയോടുകൂടി ആയിരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ സ്വർണം, തങ്കക്കട്ടി ഇതൊന്നും കൊടുക്കണമെന്നില്ല. നമ്മളുടെ കഴിവിനനുസരിച്ച് ഭക്തിയോടുകൂടി ഭഗവാന് അർച്ചന ചെയ്യാം. അതുപോലെ യാതൊരുവനാണോ ഭഗവാന്റെ കൃഷ്ണാദ്യ അവതാരം, അതായത് മഹാവിഷ്ണുവിന്റെ പല അവതാരങ്ങളുണ്ട്, ആ അവതാരങ്ങളെ വർണ്ണിക്കുന്നത്, അങ്ങനെയുള്ളവർ മാത്രമേ ഈ ലോകത്തിൽ സന്തോഷത്തോടുകൂടിയും കീർത്തികൾ നിറഞ്ഞും വളരെ സന്തോഷത്തോടുകൂടിയും കീർത്തിയോടുകൂടിയും നമ്മളുടെ ജീവിതം മുഴുവൻ സന്തോഷത്തോടുകൂടി നമുക്ക് ജീവിതാവസാനം വരെ ജീവിക്കാൻ സാധിക്കൂ. അതിനുശേഷം ഈ ലോകത്തിൽ വളരെ സന്തോഷത്തോടു കൂടിയും കീർത്തിയോടുകൂടിയും ജീവിച്ചതിന് ശേഷം ജീവിതാവസാനത്തിൽ വൈകുണ്ഠത്തെ ഭഗവാന്റെ വാസസ്ഥാനമായ വൈകുണ്ഠത്തെ പ്രാപിക്കാൻ സാധിക്കുകയുള്ളൂ എന്നാണ് ഭട്ടതിരിപ്പാട് ഈ 2ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. ഇനി 3ാമത്തെ ശ്ലോകം. ഹേ സ്തോതാരാഹ, അല്ലയോ സ്തുതികർത്താക്കളായ കവീന്ദ്രാഹ, കവിശ്രേഷ്ഠന്മാരെ. ഈ ശ്ലോകത്തില് ഭട്ടതിരിപ്പാട് രാജാക്കന്മാരെയും പ്രഭുക്കന്മാരെയും സ്തുതിക്കുന്ന ശ്രേഷ്ഠരായ കവികളോടാണ്, കവികളെ സൂചിപ്പിച്ചുകൊണ്ടാണ് പറയുന്നത്. അതായത് ഈ കവിശ്രേഷ്ഠന്മാർ പ്രഭുക്കന്മാരെയും രാജാക്കന്മാരെയും ഒക്കെ സ്തുതിച്ചുകൊണ്ട് നടക്കുന്നു. ഇങ്ങനെ ഈ പ്രഭുക്കന്മാരെയും രാജാക്കന്മാരെയും മറ്റും സ്തുതിച്ചിട്ട് നിങ്ങൾക്കിവിടെ എന്താണ് നേടാൻ പോകുന്നത്? ഇഹ ഖലു യഥാ ചേതയദ്വേ, നിങ്ങൾ ഇവിടെ എങ്ങനെ മനസ്സിലാക്കുന്നുവോ ഭഗവാനെ, തഥാ ഏവ, അങ്ങനെ തന്നെ വേദസ്യ സാരം തം, വേദത്തിന്റെ സത്തായ ആ വിഷ്ണുവിനെ ജനനോപാത്ത ലീലാ കഥാഭിഹി വ്യക്തം പ്രണുവത, അവതാര ലീലകൾ ഉൾക്കൊള്ളുന്ന വിഷ്ണുവിന്റെ അവതാര ലീലകൾ ഉൾക്കൊള്ളുന്ന കഥകളെ കൊണ്ട് വ്യക്തമായി സ്തുതിക്കുവിൻ. അസ്യ നാമാനിച്ച അഖില സുഖകരാണി ഇതി ജാനന്ദഃ സങ്കീർത്തയദ്വം എന്നാണ് പറയുന്നത്. ആ വിഷ്ണുവിന്റെ നാമങ്ങളെയും നാമസങ്കീർത്തനം അതും അതേപോലെ തന്നെ വിഷ്ണുവിന്റെ കഥകൾ വ്യക്തമായി സ്തുതിക്കുക. ഈ കഥകൾ കേട്ടാല് സാധാരണ പോലെയുള്ള
നമ്മളെ പോലെയുള്ള ആൾക്കാർക്കും ഇത് കേട്ടാല് വളരെ ആനന്ദം ഉണ്ടാക്കും, സുഖം ഉണ്ടാക്കും, ആനന്ദം ഉണ്ടാക്കും. അല്ലാതെ നിങ്ങൾ ഈ പ്രഭുക്കന്മാരെയും രാജാക്കന്മാരെയും ഒക്കെ സ്തുതിച്ചിട്ട് നിങ്ങൾക്ക് എന്താണ് ജീവിതത്തിൽ നേട്ടമുണ്ടാകുക? അതുകൊണ്ട് നിങ്ങൾ ഭഗവാന്റെ അവതാര കഥകൾ ഉൾക്കൊള്ളുന്ന കീർത്തനങ്ങളും വിഷ്ണുവിന്റെ നാമങ്ങളും ചൊല്ലുവിൻ എന്നാണ് ഈ കവിശ്രേഷ്ഠന്മാരോട് ഭട്ടതിരിപ്പാട് പറയുന്നത്. അപ്പോ ഭട്ടതിരിപ്പാട് പറയാണ്, ഞാൻ എന്തായാലും മഹാനായ നിന്തിരുവടിയുടെ നാമകീർത്തനം, സ്തുതി മുതലായവ ചെയ്ത് തത്വജ്ഞാനം ഉണ്ടാക്കി ഭഗവാനെ പ്രാപിക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത് എന്നാണ് ഈ ഒരു ശ്ലോകത്ത് പറയുന്നത്. ഇനി നാലാമത്തെ ശ്ലോകം പറയുന്നത്, സഹ യൈഹി ധർമാൻ അബധ്നാത്. അദ്ദേഹം ഏത് കർമ്മങ്ങളെ കൊണ്ടാണോ വർണ്ണാശ്രമ ധർമ്മങ്ങളെ കെട്ടി നിർത്തിയത്, ഏഷഹ ഇന്ദ്രസ്യ ക്ഷേമകാരി. ആ വിഷ്ണു ഇന്ദ്രന്റെ അഭ്യുദയത്തിനു വേണ്ടി ഭൃത്യഹ പ്രിയസഖ ഇവച യാനി വ്യാതനോത്. ഇന്ദ്രന്റെ അഭ്യുദയത്തിനു വേണ്ടി ഭൃത്യനെ പോലെയും പ്രിയ സുഹൃത്തിനെ പോലെയും ഏത് കർമ്മങ്ങളെയാണോ ചെയ്തത് ആ വിഷ്ണു കർമ്മങ്ങളെ, അതായത് ഭഗവാൻ ഓരോ യുഗത്തിലും അവതാരം എടുക്കുന്നുണ്ട്. എന്തിനാണ് അവതാരം എടുക്കുന്നത്? ഇവിടെ അധർമ്മം വർദ്ധിക്കുമ്പോ ധർമ്മത്തെ പുനരുദ്ധരിക്കാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ ഓരോ യുഗത്തിലും അവതാരങ്ങൾ എടുക്കുന്നത്. അപ്പൊ അങ്ങനത്തെ ഭഗവാന്റെ ഓരോ അവതാരങ്ങളും ചെയ്ത വർണ്ണാശ്രമ ധർമ്മങ്ങളെ നിങ്ങൾ ഓർമ്മിക്കുവിൻ എന്നാണ് ഇവിടെ പറയുന്നത്. അതുപോലെ ഇന്ദ്രന്റെ സുഖത്തിന് വേണ്ടിയും ഇന്ദ്രന്റെ പല ഭൃത്യനെ പോലെയും ഒരു സുഹൃത്തിനെ പോലെയും ഇന്ദ്രന് വേണ്ടി പല കർമ്മങ്ങളും ഭഗവാൻ ചെയ്തിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾ മനസ്സിൽ വിചാരിക്കുവിൻ. അതായത് ഇപ്പോ ധർമ്മത്തെ ഉയർത്താൻ വേണ്ടിയിട്ട് ചെയ്ത ഒരു കാര്യം നമുക്ക് ഒന്ന് ഓർമ്മിക്കാം. മത്സ്യാവതാരം ഭഗവാൻ എന്തിനാ എടുത്തത്? ഹയഗ്രീവൻ എന്ന അസുരൻ ബ്രഹ്മാവിന്റെ പക്കൽ നിന്ന് വേദം കട്ടുകൊണ്ടുപോയി സമുദ്രത്തിൽ ഒളിപ്പിച്ചു. ഈ വേദത്തെ വീണ്ടെടുക്കാൻ വേണ്ടി ഭഗവാൻ മത്സ്യാവതാരം എടുത്തു. അതേപോലെ പാലാഴി മഥന സമയത്ത് മന്ധര പർവ്വതം സമുദ്രത്തിലേക്ക് താണുപോയപ്പോ കൂർമാവതാരം എടുത്തിട്ട് അത് ഉയർത്തിക്കൊണ്ടുവന്നു. അതേപോലെ ദേവേന്ദ്രന് വേണ്ടി ചെയ്തത്, ദേവേന്ദ്രനെ ദുർവാസാവ് മഹർഷിയുടെ പക്കൽ നിന്ന് ശാപം കിട്ടിയിട്ട് ദേവന്മാർക്ക് മുഴുവൻ ജരാനര ബാധിച്ചു. ആ സമയത്ത് ദേവന്മാര് ഭഗവാനെ കണ്ടിട്ടാണ് പാലാഴി മഥനം എന്ന ഒരു കാര്യം ഭഗവാൻ ചെയ്തത്. എന്നിട്ട് വളരെ പണിപ്പെട്ട് അമൃത് എടുത്ത് ദേവന്മാർക്ക് കൊടുത്തു. അതേപോലെ നമുക്കെല്ലാവർക്കും അറിയുന്നതാണ് വാമനാവതാരം എടുത്ത് എന്തിനാന്ന് പറഞ്ഞാൽ ദേവേന്ദ്രന്റെ സ്വർഗം മഹാബലി തട്ടിയെടുത്തു. അപ്പോ ആ ദേവേന്ദ്രന്റെ അമ്മയായ അതിഥിയുടെ അഭ്യർത്ഥന അനുസരിച്ചാണ് അതിഥിയുടെ മകനായിട്ട് തന്നെ വാമനമൂർത്തി ജനിച്ച് ഈ മഹാബലിയുടെ യാഗസമയത്ത് പോയിട്ട് 3 അടിക്ക് ചോദിച്ചു. 3 അടി ഭൂമി ആവശ്യപ്പെട്ടു. 2 അടി കൊണ്ട് തന്നെ 3 ലോകവും അളന്ന് ദേവേന്ദ്രന്റെ സ്വർഗം തിരിച്ചെടുത്തു കൊടുത്തു. അപ്പൊ ഇങ്ങനെയുള്ള പല നല്ല ധർമ്മത്തിന് വേണ്ടിയുള്ള കർമ്മങ്ങള്, ഇതൊന്നും അല്ല, പല കാര്യങ്ങളും ഭഗവാൻ ചെയ്തിട്ടുണ്ട്. ആ കർമ്മങ്ങളെ നിങ്ങൾ എല്ലായ്പ്പോഴും മനസ്സിൽ വിചാരിക്കുവിൻ എന്നാണ് പറയുന്നത്. പിന്നെ അടുത്തത് പറയുന്നത്, നല്ല പോലെ പ്രകാശിച്ചു കൊണ്ടിരിക്കുന്നതും സർവോത്കൃഷ്ടവുമായ ഏത് സ്ഥാനത്തെയാണോ യോഗീശ്വരന്മാർ ധ്യാനിച്ചു കൊണ്ടിരിക്കുന്നത് ആ വിഷ്ണുവാണ്. അതായത് ആ വിഷ്ണുവിന്റെ സ്ഥാനം എങ്ങനെയുള്ളതാണ്? അത് ബ്രാഹ്മണ ശ്രേഷ്ഠന്മാർ ഉത്സാഹത്തോടു കൂടി വളരെ വളരെ സ്തുതിച്ച് വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഈ സ്ഥാനമാണ് വൈകുണ്ഠം. അതായത് ഭഗവാന്റെ വാസസ്ഥാനം. യോഗികളാൽ ധ്യാനിക്കപ്പെടുന്നതും നല്ലപോലെ പ്രകാശിച്ചു കൊണ്ടിരിക്കുന്നതും ബ്രാഹ്മണർ വേദമന്ത്രങ്ങളെ കൊണ്ട് സ്തുതിച്ച് വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നതുമായ മഹനീയ സ്ഥാനമുള്ള ആ വൈകുണ്ഠവാസിയായ വിഷ്ണുവിന്റെ ഇത്തരം ധർമ്മങ്ങളെ നിങ്ങൾ എല്ലായ്പ്പോഴും മനസ്സിൽ വിചാരിക്കുവിൻ എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മളോടൊക്കെയാണ് ഈ കാര്യം പറയുന്നത്. നമ്മള് ഈ സംസാര സാഗരത്തില് ഇങ്ങനെ ഇവിടുത്തെ സുഖവും ദുഃഖമൊക്കെ
വളരെ നല്ല രീതിയിൽ ആസ്വദിച്ച് ഭഗവാനെ മറന്നുകൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പൊ ആ സമയത്ത് കുറച്ച് സ്വല്പം സമയമെങ്കിലും ഭഗവാന്റെ ഇത്തരം കർമ്മങ്ങളെയൊക്കെ മനസ്സിലേക്ക് കൊണ്ടുവരൂ എന്നാണ് ഭട്ടതിരിപ്പാടി ഈ ശ്ലോകത്ത് പറയുന്നത്. ഇനി അടുത്തത് അഞ്ചാമത്തെ ശ്ലോകം. അഞ്ചാമത്തെ ശ്ലോകത്ത് പറയുന്നത് എന്താണ്? അല്ലയോ ഭഗവാൻ, വിഷ്ണു ഭഗവാനെ, മുമ്പ് ജനിച്ചവർക്കും ഭാവിയിൽ ജനിക്കാൻ പോകുന്നവർക്കും നിന്തിരുവടിയുടെ ഇപ്പോഴുള്ളവർക്കും, ഇപ്പോൾ വർത്തമാന കാലത്തിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്നവർക്കും നിന്തിരുവടിയുടെ മഹാത്മ്യത്തിന്റെ അവസാനം കണ്ടെത്താൻ സാധ്യമല്ല. അതുകൊണ്ട് ശ്രേയസ്കരമാണെന്ന് എനിക്ക് മനസ്സിലായത് കൊണ്ട് ഞാൻ ഭഗവാന്റെ നാമം വീണ്ടും വീണ്ടും കീർത്തനം ചെയ്യുന്നു. അങ്ങനെ ഈ 3 ലോകത്തിന്റെയും മുകളിൽ ശോഭിക്കുന്ന ഭഗവാന്റെ പ്രസിദ്ധമായ ആ വൈകുണ്ഠ ലോകം, ഭഗവാന്റെ വാസമായ വൈകുണ്ഠ ലോകത്തില് ലോകം എത്തിപ്പെടാൻ വേണ്ടി എനിക്കും അവിടെ എത്തണം. അതുകൊണ്ട് ഞാൻ നിന്തിരുവടിയെ പലതരം സ്തുതിവാക്യങ്ങളെ കൊണ്ട് സ്തുതിക്കുന്നു. അതാണ് അഞ്ചാമത്തെ ശ്ലോകത്ത് പറയുന്നത്. കാരണം ഈ ഭഗവാന്റെ മഹിമ അല്ലെ ഭഗവാന്റെ ശ്രേയസ് സാധാരണ ജനങ്ങൾ മനസ്സിലാക്കുന്നില്ല. എനിക്കത് നല്ല പോലെ മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ എപ്പോഴും വൈകുണ്ഠ ലോകത്തിലെത്താൻ വേണ്ടി ഭഗവാന്റെ നാമം എപ്പോഴും ഞാൻ കീർത്തനം ചെയ്യുന്നു. അതാണ് അഞ്ചാമത്തെ ശ്ലോകം. ഇനി ആറാമത്തെ ശ്ലോകം. ആറാമത്തെ ശ്ലോകത്ത് പറയുന്നത് എന്താന്ന് പറഞ്ഞാൽ, അല്ലയോ ഭഗവാനെ, സൃഷ്ടിയുടെ ആരംഭത്തിൽ ഉണ്ടായ കാരണജലം, ആ കാരണജലത്തിൽ ആദ്യമായി നിന്തിരുവടിയെ ഈ കാരണജലം ഗർഭത്തിൽ ധരിച്ചു. പിന്നെ ഈ ജലത്തിൽ ശയിക്കുന്ന നാരായണ എന്നാണ് അഭിസംബോധന ചെയ്യുന്നത് ഭട്ടതിരിപ്പാട്. അതായത് നാരായണ എന്ന് പറയുന്നത് നാരം അയനമായിട്ടുള്ളവൻ നാരായണൻ, അതായത് ജലവാസസ്ഥാനമായിട്ടുള്ളവൻ എന്നാണ്. ജലത്തിൽ ശയിക്കുന്ന നാരായണ എന്നാണ് സംബോധന ചെയ്യുന്നത്. അതായത് ഈ കാരണജലത്തിൽ ഗർഭത്തിൽ നിന്തിരുവടിയെ ഗർഭത്തിൽ ധരിച്ചു. അങ്ങനെ ശയിച്ച ഭഗവാൻ ഈ ജീവാത്മാക്കളെ മുഴുവൻ ഒരു സൂക്ഷ്മ രൂപത്തിൽ ആ നിന്തിരുവടിയിൽ തന്നെ ഐക്യരൂപേണ ആ ഭഗവാനിൽ തന്നെ ലയിപ്പിച്ച് നിർത്തുന്നു. എന്നിട്ട് സർവശക്തനായ മഹാപ്രഭു ജന്മമില്ലാത്ത ആ നിന്തിരുവടിയുടെ നാഭിയിൽ അഥവാ പൊക്കിളിൽ ഒരു താമരപ്പൂ ഉണ്ടായി വന്നു. ഈ താമരപ്പൂവിന് 8 ഇതളുകളാണുള്ളത്. ഈ 8 ഇതളുകളെ 8 ദിക്കുകളായി നമ്മൾ കണക്കാക്കുന്നു. അതിന്റെ കർണികയെ മഹാമേരു പർവ്വതമായി ആയിട്ടാണ് കണക്കാക്കുന്നത്. അങ്ങനെയുള്ള ഈ താമരയാണ് ലോകമെന്ന് പറയുന്നത്. ഭഗവാന്റെ നാഭിയിൽ നിന്നുമുണ്ടായ ഈ താമരയാണ് ലോകം. അതാണ് ഈ ആറാമത്തെ ശ്ലോകത്ത് പറയുന്നത്. ഇനി ഏഴാമത്തെ ശ്ലോകം. ഏഴാമത്തെ ശ്ലോകത്ത് പറയുന്നു, ഹേ അല്ലയോ ജനങ്ങളെ, വിഷ്ണുഹു ഏതത് ഭുവനം അജനയത്, വിഷ്ണുവാണ് ഈ ലോകം സൃഷ്ടിച്ചത്. അത് നിങ്ങൾ അറിയുന്നില്ല. അത് മാത്രമല്ല, നിങ്ങളുടെ ഓരോരാളുടെയും ഉള്ളിൽ മറ്റൊരു വിഷ്ണു സ്ഥിതി ചെയ്യുന്നുണ്ട്. അതും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത് മനസ്സിലാക്കാൻ കഴിയാത്തത്? നിങ്ങളുടെ മനസ്സ് മൂടൽമഞ്ഞ് കാർമേഘം മൂടൽമഞ്ഞ് കൊണ്ട് മറയുന്നത് പോലെ നിങ്ങളുടെ മനസ്സ് മഞ്ഞു പോലുള്ള മായ കൊണ്ട് മറക്കപ്പെട്ടിരിക്കുന്നു. അങ്ങനെ മറക്കപ്പെട്ട കാരണം നിങ്ങള് ഭഗവാനെ അറിയുന്നില്ല, മാത്രമല്ല പരമാത്മാവിനെ അറിയുന്നില്ല, മാത്രമല്ല നിങ്ങളുടെ മനസ്സിനുള്ളിൽ അല്ലെ നിങ്ങളുടെ ഉള്ളിൽ ഒരു മഹാവിഷ്ണുവിന്റെ രൂപമുണ്ട്. അതും നിങ്ങൾ അറിയുന്നില്ല. നിങ്ങൾ ഈ മായയിൽ ഭ്രമിച്ചിട്ട് ഈ പ്രപഞ്ചത്തിലുള്ള നാമങ്ങളെയും രൂപങ്ങളെയും തെറ്റിദ്ധരിച്ച് അതിന്റെ പിന്നാലെ പോകുന്നു. അതായത് ഈ സംസാര സാഗരത്തിലുള്ള നമുക്ക് തൽക്കാലം സുഖവും ദുഃഖവും തരുന്ന പല വസ്തുക്കളെയും പല കാര്യങ്ങളെയും അന്വേഷിച്ച് പോയി അതിൽ ഇങ്ങനെ മുഴുകി കഴിയാണ് നമ്മൾ. ഈ ഭഗവാനെ നമ്മൾ അറിയുന്നില്ല. എന്നാൽ ഇന്ദ്രിയ സുഖം കൊണ്ട് തൃപ്തി അടയുന്ന, അങ്ങനെ ഇന്ദ്രിയ സുഖം കൊണ്ട് നമ്മൾ തൃപ്തി അടയുന്നു. മാത്രമല്ല പല യാഗാദി കർമ്മങ്ങളിലും ഏർപ്പെട്ട്
സ്വർഗത്തിലെത്താനാണ് നമ്മുടെ താല്പര്യം. പിന്നെ അതേപോലെ മറ്റ് പല യാഗങ്ങളും അതേപോലെ യജ്ഞങ്ങളും ഒക്കെ നടത്തിയിട്ട് നമ്മളുടെ താൽക്കാലികമായിട്ടുള്ള പല കാര്യങ്ങളും നേടാൻ വേണ്ടിയാണ് നമ്മൾ ശ്രമിക്കുന്നത്. നമുക്ക് ഓരോ കാര്യങ്ങൾ ഉണ്ടാവും, അതിന് നമ്മൾ എന്തെങ്കിലും ഒരു യജ്ഞ അമ്പലത്തിൽ പോയി ചെയ്യും, അല്ലെങ്കിൽ എവിടെയെങ്കിലും വീട്ടിൽ നിന്ന് ചെയ്യിക്കും, അതിന്റെ ആൾക്കാർ യജ്ഞാചാര്യനെ കൊണ്ടുവന്നിട്ട് അങ്ങനെ താൽക്കാലിക സുഖം മാത്രമാണ് നമ്മൾ നോക്കുന്നത്. അവസാനം സൽക്കർമ്മങ്ങളൊക്കെ ചെയ്തിട്ട് സ്വർഗം പ്രാപിക്കണം. ഇതൊക്കെയാണ് സാധാരണക്കാരായ നമ്മളുടെ താല്പര്യം. എന്നാൽ വിഷ്ണുവിൽ നിങ്ങൾക്ക് യാതൊരു ആഗ്രഹവുമില്ല, കഷ്ടം എന്നാണ് പറയുന്നത്. ഇത്രയും മഹാപ്രഭവാതിശയങ്ങളുള്ള വിഷ്ണുവിൽ നിങ്ങൾക്ക് ആഗ്രഹമില്ല, വിഷ്ണുപദത്തിൽ എത്തണമെന്നും നിങ്ങൾക്ക് ആഗ്രഹമില്ല. അതാണ് 7ാമത്തെ ശ്ലോകത്ത് പറയുന്നത്. ഇനി 8ാമത്തെ ശ്ലോകത്ത് പറയുന്നത് ശിരസ്സുകളുടെയും നേത്രങ്ങളുടെയും പാദങ്ങളുടെയും സഹസ്രങ്ങളെ നിന്തിരുവടി വഹിക്കുന്നുണ്ട്. അത് നമുക്കറിയാം. നമ്മൾ വിരാട് സ്വരൂപമൊക്കെ ഭഗവത്ഗീതയിൽ പഠിച്ചിട്ടുണ്ട്. ഭഗവാൻ ഈ ലോകം മുഴുവനും ഭഗവാന്റെ ശരീരത്തിൽ അന്ന് അർജുനൻ കണ്ടു. അങ്ങനെ ധാരാളം ശിരസ്, ഒരു ശിരസിന് 2 നേത്രങ്ങൾ ഉണ്ടാവുമല്ലോ. അപ്പൊ എത്ര ശിരസ്സുകളുണ്ടോ അതിന്റെ ഇരട്ടി നേത്രവും ഇരട്ടി പാദങ്ങളും ഉള്ള നിന്തിരുവടി വഹിക്കുന്നുണ്ട്. അങ്ങനെ ലോകം മുഴുവൻ നിറഞ്ഞ് ലോകത്തിന് പുറമേക്കും വ്യാപിച്ചു നിൽക്കുന്നവനാണെങ്കിലും ഇത്രയും സ്ഥലങ്ങളിൽ വ്യാപിച്ചു നിൽക്കുന്ന പരമാത്മാവ് വളരെ ചെറിയ നമ്മളുടെ മനസ്സിൽ ചെറിയ ഒരു പഴുതിൽ കൂടി നമ്മളുടെ മനസ്സിലേക്കും കയറി വിരാജിക്കുന്നു. അതായത് അണിമ ലഘിമ എന്നൊക്കെയുള്ള ഓരോ ഗുണങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. എത്രയും വലിയ പ്രപഞ്ചത്തിലും ഭഗവാൻ ഉണ്ട്. അതേസമയം ഏതൊരു ചെറിയ മനസ്സിലും ഭഗവാൻ വിരാജിക്കുന്നു അല്ലെങ്കിൽ ശോഭിക്കുന്നു. അങ്ങനെ പരബ്രഹ്മ സ്വരൂപനായ ഭഗവാനെ കഴിഞ്ഞുപോയതും വരാനിരിക്കുന്നതുമായ സകലവും അവിടുന്നാണ്. നമ്മൾ ഇന്നലെ കേട്ടിട്ടുണ്ട് ഭഗവത്ഗീതയുടെ വ്യാഖ്യാനത്തില് കഴിഞ്ഞു പോയതും ഇപ്പം വർത്തമാന കാലത്തിൽ നിലനിൽക്കുന്നതും ഭാവിയിൽ വരാൻ പോകുന്ന എന്തുണ്ടോ അത് മുഴുവനും ഭഗവാൻ തന്നെയാണ്. മാത്രമല്ല ഈ നിന്തിരുവടി തന്നെയാണ് ദേഹം ഇന്ദ്രിയങ്ങൾ മുതലായവയിൽ പ്രവേശിച്ച് വിഷയസുഖ രസങ്ങൾ അനുഭവിച്ച് അങ്ങനെ വളരെ ഗംഭീരായിട്ട് സുഖമായി കഴിയുന്നത്. ദേഹം ഇന്ദ്രിയങ്ങൾ ഇവയിൽ പ്രവേശിക്കുമ്പോൾ ആ പരമാത്മാവ് ഈ മായപ്പെട്ടിട്ട് ഇതിൽ നിന്നൊക്കെ മാറി വിഷയസുഖരസങ്ങൾ അനുഭവിക്കുന്നു. എന്നാൽ അങ്ങനെയുള്ള ആത്മാവ് തന്നെ വളരെയധികം ഉയർന്നിട്ട് മോക്ഷത്തെയും അനുഭവിക്കുന്നു. അപ്പോ ആ ആത്മാവിന്റെ ഈ പരമാത്മാവും ജീവാത്മാവും ഒന്നു തന്നെ എന്ന് സമർത്ഥിക്കുകയാണ് ഭട്ടതിരിപ്പാട് ഈ ശ്ലോകത്തിൽ. ഇനി അടുത്ത 9ാമത്തെ ശ്ലോകം. 9ാമത്തെ ശ്ലോകത്തില് പറയുന്നത് എന്താന്ന് പറഞ്ഞാൽ, യാതൊന്ന് ഹേതുവായിട്ടാണോ നിന്തിരുവടി 3 ലോകത്തിന്റെയും രൂപം ധരിക്കുന്നുണ്ടെങ്കിലും, അതായത് 3 ലോകത്തിലും ഭഗവാൻ വ്യാപിച്ച് കിടക്കുന്നു, എന്നാൽ അതിൽ നിന്നും പുറത്തു കടന്ന് അവസാനമല്ലാത്ത പരിശുദ്ധ ജ്ഞാനമായിട്ട് സ്ഥിതി ചെയ്യുന്നു. അതായത് 3 ലോകവും ഭഗവാനാണ്, അതിനു പുറമെ വിശാലവും വിമലവുമായ ജ്ഞാനവും ഭഗവാൻ തന്നെ. അത് ഹേതുവായിട്ട് ആ ഒരു കാരണം കൊണ്ട് നിന്തിരുവടിയുടെ ആ മഹത്വത്വവും അത്രമാത്രം ഉള്ളത് തന്നെ. ഭഗവാന്റെ വലുപ്പം എത്രയാണെന്ന് ആർക്കും പറയാൻ സാധ്യമല്ല എന്നാണ് പറയുന്നത്. ഈ ലോകം എല്ലാം കൂടിയാലും ഭഗവാന്റെ 4/1 ഭാഗം മാത്രമാണ്. ഈ ബാക്കി 3/4 ഭാഗവും ഈ ലോകത്തിനപ്പുറത്താണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ അത്രയും പ്രഭവാതിശയം ഭഗവാന് നെന്തിരുവടിക്കുണ്ട്. ആ പ്രഭവാതിശയം നമുക്ക് ഒരിക്കലും പറഞ്ഞ് അവസാനിപ്പിക്കാൻ സാധ്യമാവുകയില്ല എന്നാണ് ഭട്ടതിരിപ്പാട് ഈ ശ്ലോകത്ത് പറയുന്നത്. അങ്ങനെയുള്ള നെന്തിരുവടിക്ക് നമസ്കാരം. ഇനി 10ാമത്തെ ശ്ലോകം. 10ാമത്തെ ശ്ലോകത്ത് പറയുന്നത്, വ്യക്തമല്ലാത്ത നിന്തിരുവടിയുടെ സ്വരൂപം മനസ്സിലാക്കുവാൻ വളരെ പ്രയാസമാണ്. എന്നാൽ ശുദ്ധ സത്വമയമായ, അതായത് സഗുണരൂപം, ആ നിന്തിരുവടിയുടെ സ്വരൂപമാകട്ടെ വ്യക്തമാണ്. വ്യക്തമായ ഈ രൂപം തന്നെയാണ് അമൃത സമുദ്രത്തിലെ തിരമാലയ്ക്ക് തുല്യമായിട്ടുള്ളതും അതുകൊണ്ട് ഇവിടെ എല്ലാറ്റിനേക്കാളും ശ്രേഷ്ഠമായിട്ടുള്ളതും
മനസ്സിന് ഇഷ്ടമായിട്ടുള്ളതും ഗുണങ്ങളുടെ മാധുര്യം കൊണ്ട് തന്നെ മനസ്സിനെ ഭഗവാനിലേക്ക് ആകർഷിക്കുന്നതുമായ നിന്തിരുവടിയുടെ വിഗ്രഹത്തെ ഞാൻ ശരണം പ്രാപിക്കുന്നു എന്നാണ് ഈ 10ാമത്തെ ശ്ലോകത്ത് പറയുന്നത്. ഇത് തന്നെയാണ് ഈ നാരായണീയത്തിന്റെ തുടക്കത്തിലും ഭട്ടതിരിപ്പാട് പറഞ്ഞത്. 1ാമത്തെ ശ്ലോകം, 2ാമത്തെ ശ്ലോകം, 3ാമത്തെ ശ്ലോകം, ഈ 3 ശ്ലോകങ്ങളിൽ ഇതേ കാര്യം തന്നെയാണ് ഭട്ടതിരിപ്പാട് അവിടെ പറഞ്ഞിരിക്കുന്നത്. അതായത് 2ാമത്തെ ശ്ലോകത്തിൽ ഭഗവാന്റെ മുടി മുതൽ അടിവരെ വർണ്ണിച്ചിട്ടുണ്ട്. പിന്നെ ആദ്യത്തെ ശ്ലോകം നമുക്കൊക്കെ അറിയാം, പിന്നെ സമയമില്ലാത്തോണ്ട് ഒന്നും പറയുന്നില്ല. സാന്ദ്രാനന്ദാവബോധാത്മകമനുപമിതം കാലദേശാവധിഭ്യാം എന്നുള്ള ആ ഒരു ശ്ലോകം നമുക്ക് ഏവർക്കും അറിയുന്നതാണ്. അതിൽ വർണ്ണിച്ച അതേ കാര്യമാണ് ഈ ദശകത്തിൽ അവസാനം, പിന്നെ ഈ 3 ദശകത്തിലും വർണ്ണിച്ച കാര്യങ്ങൾ തന്നെയാണ് ഭട്ടതിരിപ്പാട് ഇവിടെയും പ്രതിപാദിച്ചിരിക്കുന്നത്. എന്നിട്ട് അവസാനം പറയാണ്, ഗുരുവായൂരപ്പ ശ്രീകൃഷ്ണ ഭഗവാനെ നിന്തിരുവടി എന്നെ രോഗത്തിൽ നിന്ന് രക്ഷിക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ദശകം അവസാനിപ്പിക്കുകയാണ് ഭട്ടതിരിപ്പാട്. ഹരി ഓം. എനിക്ക് കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സർവം നാരായണായേതി സമർപ്പയാമി. സർവം നാരായണായേതി സമർപ്പയാമി. ഹരി ഓം. എനിക്കറിയുന്നത് പോലെ, പിന്നെ സമയവും ഇല്ല, 10 ശ്ലോകത്തിന്റെയും വിശദീകരണം ഇവിടെ പറഞ്ഞു. അതിൽ വല്ല തെറ്റും പറ്റിയിട്ടെങ്കിൽ സദയം എല്ലാവരും ക്ഷമിക്കണമെന്ന് പറയാണ്. പിന്നെ എന്നെ കേട്ടിരുന്ന എല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നു. അതേപോലെ എനിക്ക് ഈ ഒരു അവസരം തന്ന ഈ സംഘടനയുടെ ഭാരവാഹികൾക്ക്, പ്രത്യേകിച്ചും പിന്നെ ഇന്ദിരാദേവി അക്കക്ക് എന്റെ അകമഴിഞ്ഞ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഹരിയോ ഞാൻ നിർത്തുന്നു. ഹരിയോ. ഹരിയോ. അപ്പോൾ ഇന്നത്തെ നാരായണീയ പഠനം ഇവിടെ അവസാനിച്ചിരിക്കുന്നു. 99ാമത്തെ ദശകമാണ് നമ്മൾ കേട്ടത്. വളരെ ഭംഗിയായിട്ട് തന്നെ എല്ലാവരും ഇതില് പങ്കെടുത്തു. വളരെ നന്നായിരുന്നു. അപ്പൊ ഇന്ന് ഇവിടെ ധ്യാന ശ്ലോകം ചൊല്ലിയ രാജമ്മക്ക, ചാൻഡിങ് ഗൈഡൻസ് നൽകിയ ജ്യോതിയക്ക, റിപ്പീറ്റ് ചെയ്ത ഉഷാമാധവനക്ക, അതേപോലെ ഗീതാ പീറ്റിയക്ക, ഉഷാക്കയക്ക, രാജലക്ഷ്മി അക്ക, ഇവർക്കും അതേപോലെ എക്സ്പ്ലനേഷൻ നന്നായി ചൊല്ലിയ രത്നവല്ലിയക്കും വായിക്കപ്പിൽ നിന്ന സുനിതാക്കും നന്ദി പറയുന്നു. ഇവിടെ സന്നിഹിതരായിരുന്ന എല്ലാ ശ്രോതാക്കൾക്കും നന്ദി. പിന്നെ ഈ പഠനം ഇത് മുഴുവൻ സമൂഹ മാധ്യമങ്ങളിൽ എത്തിക്കുന്ന നമ്മുടെ സുനൈനക്കയ്ക്ക്, അതേപോലെ നാരായണീയ പഠനം ഇവിടെ ശ്രോതാക്കളായി വന്നിരിക്കുന്ന എല്ലാവർക്കും അകമഴിഞ്ഞ നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നു. അങ്ങനെ ഈ പഠനം ഇന്ന് 99ാമത്തെ ദശകമാണ്. അടുത്ത ചൊവ്വാഴ്ച നമ്മുടെ ഈ ശ്രീമദ് നാരായണീയ പഠനം നമ്മുടെ അവസാനിക്കുകയാണ്. ആ ചൊവ്വാഴ്ചയാണ് 100ാമത്തെ ദശകം ഉള്ളത്. ഏതായാലും എന്നെ ഒരുപാട് പേര് എല്ലാവരും വളരെ സഹകരണമായിരുന്നു ഈ നാരായണീയ പഠനത്തിന് എനിക്കുണ്ടായത്. അതിന് SPYS എനിക്ക് ഈ അവസരം തന്ന SPYS പ്രത്യേകം നന്ദി. അതുകൂടാതെ പിന്നെ ഇതിൽ സഹകരിച്ച എല്ലാവർക്കും ഒരുപാട് നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നു. പിന്നെ എൻ്റെ മക്കളെ പോലെ ഞാൻ കരുതുന്ന കുറച്ച് പേര് ഇതിലുണ്ട്. അവർക്കൊക്കെ അറിയാം ആരൊക്കെയാണെന്നുള്ളത്, എല്ലാവർക്കും അറിയാം. എല്ലാവരും മക്കളാണെങ്കിൽ ഒരുപാട് പിന്നെ സന്തോഷമുണ്ട്. അതേപോലുള്ള മക്കളായാലും മക്കളെ പോലെ തന്നെ ഞാൻ കരുതുന്ന കുറെ പേരാണ് ഇതിലുള്ളത്. ഏതായാലും എല്ലാവരോടും ഞാൻ നന്ദി പറയുന്നു. ഇനി എന്താ കൂടുതൽ നന്ദിയൊന്നും പറഞ്ഞുകൊണ്ടിരിക്കാനൊന്നും സമയമില്ല. നമുക്ക് നിവർന്നിരിക്കാം. കൈകൾ നമസ്കാര സ്ഥിതിയിൽ കൊണ്ടുവരാം. ഓം സർവേ ഭവന്തു സുഖിനഃ, സർവേ സന്തു നിരാമയ, സർവേ ഭദ്രാണി പശ്യന്തോ മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേത്. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം.